ഹലോ, നിങ്ങൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ക്ലോത്തിങ് ബിസിനസ് എങ്ങനെ വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. പലരും സ്റ്റക്കായി നിൽക്കുന്നത് അവിടെയാണ്. ആ ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് കസ്റ്റമേഴ്സേ കിട്ടും, പക്ഷേ ഇത് സ്കെയിൽ ചെയ്യാനാണ് പലരും സ്ട്രഗിൾ ചെയ്യുന്നത്. സ്കെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മന്ത്ലി ഇൻകം അവർക്ക് കൂടുതലായിട്ട് ലഭിക്കണം. അപ്പോൾ എല്ലാവരും ബിസിനസ് തുടങ്ങിയിട്ടുള്ള ക്ലോത്തിങ് ബിസിനസ് തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിയാൻ നേരത്തെ എങ്ങനെയെങ്കിലും സ്കെയിൽ ചെയ്യണം, നമ്മുടെ സെയിൽ കൂട്ടണം, ബിസിനസ് എങ്ങനെയെങ്കിലും വളർത്തണം, ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വരും. ഏതെല്ലാം രീതിയിൽ നമുക്കിത് ചെയ്യാം, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും, എവിടെയാണ് ഞാൻ ഫോക്കസ് കൊടുക്കേണ്ടത്, എൻ്റെ ടൈമും അതേപോലെ തന്നെ എഫേർട്ടും എവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, ഇന്ന് അതാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. 3 രീതിയിൽ നമുക്ക് നമ്മുടെ ക്ലോത്തിങ് ബിസിനസ് വളർത്താം. ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിലേക്കുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ കൂട്ടുക എന്നുള്ളതാണ്. കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ബിസിനസ് വളരും. പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായി നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരണം. കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്, ഇതാണ് ആദ്യത്തെ പരിപാടി നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ടുള്ളത് ആ വന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കുക. ഇപ്പോൾ ടീഷർട്ട് മാത്രം നോക്കി വന്നവരെ കൊണ്ട് ജീൻസോ അങ്ങനെ എന്തൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റുകളുണ്ട് അതിൽ എക്സ്ട്രാ എന്തെങ്കിലും കൂടി എടുപ്പിക്കുക. ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടുക എന്ന് പറയും ടെക്നിക്കൽ ടൈംസിൽ. അതായത് ജീൻസ് എടുക്കാൻ വന്നവരെ കൊണ്ട് ഷർട്ടും കൂടി എടുപ്പിക്കുക, ജീൻസ് എടുക്കാൻ വന്നവരെ കൊണ്ട് ഇനി ബെൽറ്റ് ആക്സസറീസ് എല്ലാം ഉണ്ടെങ്കിൽ അത് എടുപ്പിക്കുക. അങ്ങനെ ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂ, ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ റവന്യൂ വർദ്ധിക്കും, സ്വാഭാവികമായിട്ട് അതിന് അനുപാതികമായിട്ട് നമ്മളുടെ ലാഭവും വർദ്ധിക്കും. ഇത് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് വന്ന കസ്റ്റമറെ വീണ്ടും വരുത്തിക്കുക, ഫ്രീക്വൻസി കൂട്ടുക, അവരെ വീണ്ടും നമ്മളുടെ ഒരു റിപ്പീറ്റ് ബയ്യറാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. ഈ 3 രീതിയിലാണ് ബേസിക്കലി നമ്മളുടെ ക്ലോത്തിങ് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുക. ഇത് അവസാനം പറഞ്ഞ 2 സംഗതി നടക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ സംഗതി ആദ്യം നടക്കണം. അതായത് കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കണം. ഈ പരിപാടിയാണ് ആദ്യം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഏർലി സ്റ്റേജിലുള്ള ക്ലോത്തിങ് ബിസിനസ്സുകൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെല്ലാം മാർഗത്തിലൂടെ പുതിയ വിഭാഗം കസ്റ്റമറെ കണ്ടെത്താമെന്ന് നിങ്ങൾ പഠിക്കണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ക്ലോത്തിങ് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം. ഇന്നത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ധാരാളം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിന് പറയാം മാർക്കറ്റിംഗ് ചാനൽ എന്നാണ്. നിലവിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവും. അതൊരു ചാനലാണ്. നിലവിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊരു ചാനലാണ്. അതോടൊപ്പം തന്നെ പുതിയൊരു ചാനലും കൂടി നിങ്ങൾ കണ്ടെത്തുക. എന്തിനു വേണ്ടിയിട്ട്? പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ. അവിടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉപയോഗിക്കാം. ഇന്നത്തെ മോഡേൺ ഏജിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഹൈബ്രിഡ് പോലെ നിങ്ങൾക്ക് ഷോപ്പുണ്ട്, അതോടൊപ്പം തന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് സ്റ്റോറുണ്ട്, പേജുകളും കാര്യങ്ങളും ഉണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ഒരു ഹൈബ്രിഡ് മെത്തേഡിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പുതിയ വിഭാഗം കസ്റ്റമർ കടന്നു വന്നാലാണ്, ആരെങ്കിലും ആ ഷോപ്പിലേക്ക് ആ ബിസിനസ്സിലേക്ക് വന്നാലാണ് നമുക്ക് ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടുന്നതിനെ പറ്റി ചിന്തിക്കാൻ തന്നെ പറ്റുള്ളൂ. ടീഷർട്ട് എടുക്കാൻ ഒരാൾ വന്നാലാണല്ലോ പിന്നെ അവന് വേറെ എന്തെങ്കിലും കൂടി അപ്സെല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിന് ആദ്യത്തെ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് വരണം, എർലി കസ്റ്റമേഴ്സ് ആദ്യം വന്നല്ലോ. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ വരാൻ നേരത്ത് നിങ്ങൾ ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാനായിട്ട് ശ്രമിക്കുക, അപ്സെല്ലിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ തന്നെയാണ് അതിൻ്റെ എല്ലാമെങ്കിൽ, അതായത് സെയിൽസ്മാനും നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, വേറെ എന്തെങ്കിലും കൂടി വേണോ? അവിടെ കൊണ്ട് നിർത്തരുത്. എക്സ്ട്രാ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് കാണിച്ചു കൊടുക്കുക. കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടെന്ന് പറഞ്ഞ് ചെയ്യല്ല, കസ്റ്റമർ ചോദിക്കാതെ തന്നെ ഇനീഷ്യേറ്റീവ് വരേണ്ടത് നമ്മളിൽ നിന്നാണ്. ക്ലോത്തിങ് ബിസിനസ് ഓണറിൽ നിന്നാണ് ഇനീഷ്യേറ്റീവ് വരേണ്ടത്, കസ്റ്റമറുടെ അടുത്തു നിന്നല്ല. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കൂടിയും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ആ പോയ കസ്റ്റമർ വീണ്ടും നമ്മുടെ സ്റ്റോറിലേക്കോ അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ വീണ്ടും നമ്മളെ വാട്സപ്പിൽ എൻക്വയറി ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളായിട്ടൊരു റീസൺ ഇട്ട് കൊടുക്കുക കസ്റ്റമർക്ക് വീണ്ടും വരാനായിട്ട്. നമുക്ക് വൗച്ചേഴ്സ് കൊടുക്കാം, നെക്സ്റ്റ് പർച്ചേസിൽ ചെറിയ ക്യാഷ് ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാം.
അപ്പോൾ കസ്റ്റമേഴ്സിന് നമ്മളായിട്ടൊരു റീസൺ ഇട്ട് കൊടുക്കുകയാണ്. കസ്റ്റമറായിട്ട് ചിന്തിച്ച് ഞാൻ പണ്ട് വാങ്ങിയല്ലോ, അവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക, അങ്ങനെ അത് അധിക സമയം ചിലപ്പോൾ സംഭവിച്ചോളണമെന്നില്ല. വൺ ടൈം പർച്ചേസ് ആയിരിക്കും അധിക സമയം. അപ്പോൾ നമ്മളായിട്ട് ചെറിയൊരു വൗച്ചറോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളായിട്ടൊരു റീസൺ കൊടുക്കുകയാണ് വീണ്ടും അവരെ നമ്മളുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട്. ഈ 3 രീതിയിലാണ് ബേസിക്കലി നമ്മളുടെ ക്ലോത്തിങ് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുക. പക്ഷേ പല ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിനും ഇത് അറിയില്ല എന്നുള്ളത്. ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല, പുതിയ വിഭാഗം കസ്റ്റമേഴ്സ്, പുതിയ വിഭാഗം എക്സിസ്റ്റിങ്ങിനെ വീണ്ടും കൊണ്ടുവരാനെ പറ്റിയിട്ടല്ല, കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സാണ്. കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് എക്സിസ്റ്റിംഗ് അല്ല. ന്യൂ കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഒന്നാമത്തെ പരിപാടി അതാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? മാർക്കറ്റിംഗ് രീതികൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമറെ കണ്ടെത്താൻ പറ്റും, അത് പഠിക്കുക. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ വന്നവരെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കാനായിട്ട് നോക്കുക, ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂ കൂട്ടാനായിട്ട് നോക്കുക. മൂന്നാമതായിട്ട് ആ പോയ ആളുകളെ വീണ്ടും എങ്ങനെയെങ്കിലും ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. വൗച്ചറുകളോ ക്യാഷ് ബാക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഓഫറുകളെല്ലാം കൊടുത്ത് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ക്ലോത്തിങ് ബിസിനസ് ഓണർ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ക്ലോത്തിങ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാവാം. താങ്ക് യു ഫോർ വാച്ചിങ്.